കേരള സിലബസ് 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ ചാപ്റ്റർ 3 നത്തിങ് ടോയ്സ്. അതിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത്. ഇന്ന് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കുന്നത്. വാട്ട്സ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ലൈൻ നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്? ഒന്നും രണ്ട് പ്രാവശ്യം സംഭവിക്കുന്നില്ല. ഈ ഒരു വരിയുടെ പ്രാധാന്യം എന്താണ്? അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ആൻസർ ഇതാണ്: ഇൻ ലൈഫ് നോട്ട് ടു എക്സ്പീരിയൻസസ് ആർ എക്സാക്ട്ലി ദ സെയിം. ജീവിതത്തിലെ ഏതെങ്കിലും രണ്ട് അനുഭവങ്ങൾ ഒരേപോലെയല്ല. Each day brings with it new experiences, challenges and opportunities. ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ, വെല്ലുവിളികൾ, അതുപോലെ അവസരങ്ങളാണ് കൊണ്ടുവരുന്നത്. ദാറ്റ് മീൻസ് നത്തിങ് റിയലി ഹാപ്പൻസ് ട്വൈസ്. എന്ന് വെച്ചാൽ ഒരു കാര്യവും രണ്ട് പ്രാവശ്യം അതേപോലെ സംഭവിക്കുന്നില്ല. ഓരോ അനുഭവവും പുതിയതാണ്. വാട്ട് ഡസ് ദ വേർഡ് കോഴ്സ് റിഫർ ടു ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ? സെക്കൻഡ് സ്റ്റാൻസയിൽ ഉപയോഗിച്ചിട്ടുള്ള കോഴ്സ് എന്ന വേർഡ് അത് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത്? Here the word course refers to our life. നമ്മുടെ ജീവിതത്തിനെ തന്നെയാണ് കോഴ്സ് എന്ന വേർഡ് കൊണ്ട് പോയറ്റ് ഉദ്ദേശിക്കുന്നത്. What does the poet mean by the line this course is offered only once? ഈ കോഴ്സ് ഒരിക്കൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. എന്താണ് പോയറ്റ് ഈ ഒരു വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? The course that the poet is talking about is our life. നമ്മുടെ ജീവിതമാണ് പോയറ്റ് പറയുന്ന കോഴ്സ്. ഇൻ ലൈഫ് ദർ ആർ നോ റീടേക്സ്. ജീവിതത്തിലെ രണ്ടാമതൊന്ന് ചെയ്യാനുള്ള ഒരു അവസരമില്ല, റീടേക്ക് ഇല്ല. ഇഫ് വി മേക്ക് എ മിസ്റ്റേക്ക്, നമ്മളൊരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ വി വോണ്ട് ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ടു റെക്ടിഫൈ ഇറ്റ്. നമുക്കത് തിരുത്താനുള്ള അവസരമില്ല, റീടേക്കിനുള്ള അവസരങ്ങളില്ല. ദർ ആർ നോ റിഹേഴ്സൽസ് ഓർ റീടേക്സ് ഇൻ ലൈഫ്. റിഹേഴ്സലും ഇല്ല, അതുപോലെ തന്നെ റീടേക്കും ഇല്ല ജീവിതത്തിൽ. നമ്മളിവിടെ യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെ വരുന്നവരാണ്. പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. And hence the poet says that this course is offered only once. അതുകൊണ്ടാണ് പോയറ്റ് പറയുന്നത് എന്ത്? ഈ കോഴ്സ് ഒറ്റ തവണ മാത്രമേ ഓഫർ ചെയ്യുന്നുള്ളൂ. How does the poem reveal the uniqueness of each day? ഓരോ ദിവസത്തിന്റെയും യുണീക്നെസ്, അതിന്റെ ഒരു പ്രത്യേകത, അതെങ്ങനെയാണ് പോയറ്റ് റിവീൽ ചെയ്യുന്നത്, പോയറ്റ് വെളിപ്പെടുത്തുന്നത്? In the poem the poet says that no day copies yesterday. പോയറ്റിലെ ഒരു വരി തന്നെയാണിത്. ഒരു ദിവസവും അതിന്റെ തലേ ദിവസത്തിനെ കോപ്പി ചെയ്യുന്നില്ല, അനുകരിക്കുന്നില്ല. ഈച്ച് ഡേ ഈസ് യുണീക് വിത്ത് പ്രിസൈസ്ലി ഡിഫറെന്റ് എക്സ്പീരിയൻസസ്. ഓരോ ദിവസവും പ്രത്യേകതയുള്ളതാണ്, സവിശേഷമാണ്. അതിന് ഡിഫറെന്റ് എക്സ്പീരിയൻസസ് ആണ് ഓരോ ദിവസവും നമുക്ക് കൊണ്ടുതരുന്നത്. ദ ബ്ലിസ് ഓർ ദ ആങ്ക്വിഷ് ദാറ്റ് വി എക്സ്പീരിയൻസ് ടുഡേ ഇസ് നോട്ട് എക്സാക്ട്ലി ദ സെയിം ആസ് വാട്ട് വി എക്സ്പീരിയൻസ്ഡ് യെസ്റ്റർഡേ. ബ്ലിസ് എന്ന് പറയുമ്പോൾ ആനന്ദം, ആങ്ക്വിഷ് എന്ന് പറയുമ്പോൾ കഠിനമായ വേദന. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സന്തോഷം അല്ലെങ്കിൽ വേദന, അത് ഒരിക്കലും ഇന്നലെ നമ്മൾ അനുഭവിച്ച അതേ സന്തോഷമോ വേദനയോ അല്ല. ഓരോ ദിവസവും വ്യത്യസ്തമാണ്, ഓരോ ദിവസം കൊണ്ടുവരുന്ന അനുഭവങ്ങളും വ്യത്യസ്തമാണ്. When does the poet feel that a rose has been flung into the room? റൂമിലേക്ക് ആരോ ഒരു റോസ് വലിച്ചെറിഞ്ഞതുപോലെ പോയറ്റിന് എപ്പോഴാണ് ഫീൽ ചെയ്യുന്നത്? When an idle tongue mentions a loved one's name by accident, the poet feels that a rose has been flung into the room. ആരോ ഒരാൾ അലസമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് പറയുമ്പോഴാണ് പോയറ്റിന് ഈ മുറിയിലേക്ക് ഒരു റോസാ പുഷ്പം ആരോ വലിച്ചെറിഞ്ഞതുപോലെ തോന്നുന്നത്. ദിസ് എക്സ്പീരിയൻസ് ഈസ് നോട്ട് യുണീക് ടു ദ പോയറ്റ്. ഇത് ആക്ച്വലി പോയറ്റിന്റെ മാത്രം അനുഭവമല്ല. വി ഓൾ ഫീൽ ഹാപ്പി വെൻ ദ നെയിം ഓഫ് ദ പേഴ്സൺ വി ലവ് ഈസ് മെൻഷൻഡ്. നമുക്ക് എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നത് ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. Why can't the poet help looking at the clock? എന്തുകൊണ്ടാണ് പോയറ്റിന് ക്ലോക്ക് നോക്കാതിരിക്കാനാവാതിരിക്കുന്നത്? The poet is with a loved one and she is worried that time is flying away. പോയറ്റ് അവർക്ക് ഇഷ്ടമുള്ള ആരുടെയോ കൂടെയാണ്. അവരുടെ ഭയം എന്താണെന്ന് വെച്ചാൽ സമയം പെട്ടെന്ന് തന്നെ പറന്നു പോകുന്നു എന്നാണ്. She wants to spend more time with the people she loves. അവരിഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കാൻ പോയറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. ഹെൻസ് ഷീ കനോട്ട് സ്റ്റോപ്പ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക്. അതുകൊണ്ട് തന്നെ ക്ലോക്ക് നോക്കാതിരിക്കാൻ പോയറ്റിന് കഴിയുന്നില്ല. സമയം കടന്നു പോകുന്നു, സമയം പെട്ടെന്ന് കടന്നു പോകുന്നു എന്ന വേവലാതിയാണ് ക്ലോക്ക് നോക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. Why does the poet ask us not to treat the fleeting day with fear and sorrow? ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസത്തിനെ ഭയത്തോടും ദുഃഖത്തോടും സമീപിക്കരുതെന്ന് പോയറ്റ് എന്തുകൊണ്ടാണ് പറയുന്നത്? The poet asks us not to treat the fleeting day with fear and sorrow because it is not in the nature of the day to stay. ഈ ദിവസങ്ങളെ ഇങ്ങനെ ഭയത്തോടും ദുഃഖത്തോടും സമീപിക്കരുതെന്ന് പോയിട്ട് പറയുന്നതിന് കാരണം ദിവസത്തിന്റെ സ്വഭാവം തന്നെ എവിടെയും തങ്ങി നിൽക്കുന്നതല്ല, അത് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. സമയം എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു, നമുക്കതിനെ പിടിച്ചു നിർത്താനാവില്ല. ടൈം ഫ്ലൈസ് ആൻഡ് ദർ ഈസ് നത്തിങ് വി ക്യാൻ ഡു അബൌട്ട് ഇറ്റ്. സമയം പെട്ടെന്ന് പറന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്, നമുക്ക് അതിനെ മാറ്റിമറിക്കാനായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. Hence the poet feels that we should not treat the fleeting day with fear and sorrow. അതുകൊണ്ടാണ് ഇങ്ങനെ
പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന ദിവസങ്ങളെ ഭയത്തോടും ദുഃഖത്തോടും കൂടി സമീപിക്കരുതെന്ന് പോയറ്റ് പറയുന്നത്. വാട്ട് ഇസ് ദ ലൈൻ ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ ടെൽ us about the nature of time. നാളെ ആവുന്നതോടെ ഇന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. സമയത്തിന്റെ ഏത് സ്വഭാവമാണ് ഈ ഒരു വരിയിലൂടെ പോയറ്റ് വ്യക്തമാക്കുന്നത്? നത്തിങ് ഈസ് പെർമനന്റ്. ഒന്നും ഇവിടെ സ്ഥിരമല്ല, ശാശ്വതമല്ല. ടൈം ഫ്ലൈസ് ആൻഡ് വാട്ട് വി കോൾ ദ പ്രസന്റ് മൊമെന്റ് സൂൺ ബിക്കംസ് എ പാസ്റ്റ് മൊമെന്റ്. സമയം പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പ്രസന്റ് എന്ന് പറയുന്ന ഈ നിമിഷം അത് പെട്ടെന്ന് തന്നെ പാസ്റ്റ് ആയി മാറും, ഭൂതകാലത്തിലേക്ക് പോകും. ഹൗ ഡസ് ദ പോയറ്റ് എസ്റ്റാബ്ലിഷ് ദ യുണീക്നെസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ? ഓരോ വ്യക്തിയുടെയും ആ പ്രത്യേകത, ആ യുണീക്നെസ്, അതെങ്ങനെയാണ് പോയറ്റ് വ്യക്തമാക്കുന്നത്? പോയറ്റ് അതെങ്ങനെയാണ് സ്ഥാപിച്ചെടുക്കുന്നത്? The poet establishes the uniqueness of each individual by likening them to two drops of water which look alike but are not exactly the same. രണ്ട് തുള്ളി വെള്ളം, അത് കാഴ്ചയിൽ ഒരേപോലെ ഇരിക്കും, പക്ഷെ എന്നാൽ ഒരേപോലെ അല്ലതാനും, അവയ്ക്കിടയിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെയാണ് ആളുകളുടെ ഇടയിലുള്ള യുണീക്നെസ്സിനെ പോയറ്റ് സ്ഥാപിച്ചെടുക്കുന്നത്. അതായത് ആളുകളെ ഈ രണ്ട് തുള്ളി വെള്ളവുമായി കമ്പയർ ചെയ്തിട്ടാണ് പോയിട്ട് പറയുന്നത്. ആ രണ്ട് തുള്ളികൾക്കും ഇടയിൽ എത്ര വ്യത്യാസമുണ്ടോ അതേപോലെ ഓരോ വ്യക്തികളും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. People also have common characteristics, but one person is not exactly the same as another person. നമുക്ക് എല്ലാവർക്കും കോമൺ ആയ പല സ്വഭാവ സവിശേഷതകളുണ്ട്, പക്ഷെ നമ്മൾ ആരും തന്നെ മറ്റൊരാളല്ല. നമുക്ക് എല്ലാവർക്കും മറ്റുള്ളവരിൽ നിന്ന് നമ്മെ വിഭിന്നരാക്കുന്ന ചില പ്രത്യേകതകളെങ്കിലും ഉണ്ട്. ഇനി ലെറ്റ്സ് അപ്രീഷിയേറ്റ് എന്ന സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ഈസ് ടൈം പോർട്രേഡ് ഇൻ ദ പോയം? ഈ പോയത്തില് സമയത്തിനെ എങ്ങനെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്? In the poem, time is portrayed as transient. Transient എന്ന് പറയുമ്പോൾ നിലനിൽപ്പില്ലാത്തത്, പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നത്. സമയത്തിനെ അങ്ങനെയാണ് പോയറ്റ് ഈ പോയത്തില് പോർട്രേ ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഫ്ലൈസ്, അത് പറന്നു പോയിക്കൊണ്ടിരിക്കുന്നു, ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ് ഡസ് നോട്ട് സ്റ്റേ എനിവർ, അത് എവിടെയും തങ്ങി നിൽക്കുന്നില്ല. വാട്ട് ഫീലിംഗ് ഡസ് ദ മെൻഷൻ ഓഫ് യുവർ നെയിം ഇവോക്ക്? യുവർ നെയിം, അത് എന്തെല്ലാം ഫീലിംഗ്സ് ആണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്? The mention of your name evokes feelings such as love, happiness and longing. സ്നേഹം, സന്തോഷം, അതുപോലെ തന്നെ longing, അവരുടെ കൂടെ ഇരിക്കാനുള്ള ആഗ്രഹം. When your name is mentioned, suddenly the room becomes full of colors and scents. നിന്റെ പേര് ആരോ പരാമർശിക്കുമ്പോൾ റൂമിൽ പെട്ടെന്ന് നിറങ്ങളും സുഗന്ധങ്ങളും നിറയുന്നത് പോലെ തോന്നുന്നു. It is as if someone flung a rose into the room. ആരോ മുറിക്കകത്തേക്ക് ഒരു റോസാ പുഷ്പം വലിച്ചെറിഞ്ഞതുപോലെയാണത്. വാട്ട് ഇസ് ദ ക്ലോക്ക് സിംബലൈസ്? ക്ലോക്ക് എന്തിന്റെ പ്രതീകമാണ്? ദ ക്ലോക്ക് ഈസ് എ സിംബൽ ഓഫ് ദ ടൈം ദാറ്റ് ഈസ് ടിക്കിംഗ് അവേ. കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന്റെ ഒരു സിംബലാണ് ഇവിടെ ക്ലോക്ക്. ഇറ്റ് ഷോസ് ദ ഇംപെർമനൻസ് ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ നശ്വരതയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇംപെർമനൻസ് എന്ന് പറയുമ്പോൾ അസ്ഥിരത, അതിന്റെ ആ നശ്വരത, അതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഹൗ ഡസ് ദ പോയം വ്യൂ ഹ്യൂമൻ റിലേഷൻഷിപ്സ്? മനുഷ്യബന്ധങ്ങളെ എങ്ങനെയാണ് ഈ പോയം കാണുന്നത്? The poem views humans as essentially different from one another. ഓരോ വ്യക്തിയും മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തരാണ് എന്നാണ് പോയറ്റ് പറയുന്നത്. But they still try to seek accord through smiles and kisses. ഈ വ്യത്യാസങ്ങൾ അവിടെ ഉള്ളപ്പോഴും ആളുകൾ പരസ്പരം ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ പുഞ്ചിരിയിലൂടെയും ചുംബനത്തിലൂടെയും പരസ്പരം അവർക്കിടയിൽ കോമൺ ആയ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. People and relationships change over time. ആളുകൾക്കും അതുപോലെ അവരുടെ ബന്ധങ്ങൾക്കും കാലങ്ങൾ കടന്നു പോകുമ്പോൾ മാറ്റങ്ങൾ വരുന്നുണ്ട്. But the need to bond with one another does not go away. പക്ഷെ നമുക്ക് എല്ലാവർക്കും മറ്റുള്ളവരുമായി ഒന്ന് ബോണ്ട് ചെയ്യാൻ, അവരുമായി ഒരു നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കാനുള്ള ആഗ്രഹമുണ്ട്. ആ ആവശ്യം അത് ഇല്ലാതായി പോകുന്നുമില്ല. The need to bond with one another does not go away. ആ ആവശ്യം നിലനിന്നുകൊണ്ടേയിരിക്കുന്നു. വ്യത്യാസങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ പരസ്പരം ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വാട്ട്സ് ദ ടോൺ ഓഫ് ദ പോയം ആൻഡ് ഹൗ ഡസ് ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ തീം? ഈ പോയത്തിന്റെ ടോൺ എന്താണ്? ഇതിന്റെ തീമിനെ അതെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ദ പോയം ഹാസ് എ ഫിലോസഫിക്കൽ ടോൺ. ഈ പോയത്തിന് ഒരു തത്വചിന്താപരമായ ഒരു ടോണാണുള്ളത്. ആൻഡ് ഇറ്റ് പെർഫെക്റ്റ്ലി കോംപ്ലിമെന്റ്സ് ദ തീം വിച്ച് ഈസ് അബൌട്ട് ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ടൈം ആൻഡ് ദ ഇംപെർമനൻസ് ഓഫ് ലൈഫ്. അത് ആ ഒരു ഫിലോസഫിക്കൽ ടോണാണുള്ളതെന്ന് പറഞ്ഞല്ലോ. ഈ പോയത്തിന്റെ തീം എന്താണ്? പെട്ടെന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം, അതുപോലെ തന്നെ ജീവിതത്തിന്റെ നശ്വരത. ഇത് രണ്ടും ഫിലോസഫിക്കലായ ആസ്പെക്ട്സ് തന്നെയാണ്. ആ ഒരു ഫിലോസഫിക്കൽ ടോൺ ഇതിന്റെ ഈ തീമിനെ പെർഫെക്റ്റ്ലി കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ദ പോയം എംഫസൈസസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എൻജോയിങ് എവറി മൊമെന്റ് ഇൻ ലൈഫ്. ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കേണ്ടതിന്റെ പ്രാധാന്യം അത് ഈ പോയം ഊന്നി പറയുന്നുണ്ട്. ഡു യു എഗ്രി? നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? യെസ്, ഐ എഗ്രി. ഞാൻ യോജിക്കുന്നുണ്ട്. ടൈം ഈസ് ട്രാൻസിയന്റ്. സമയം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്.
ഏറെ നേരം തങ്ങി നിൽക്കുന്ന ഒന്നല്ല, പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇറ്റ് ഡസ് നോട്ട് സ്റ്റേ എനിവർ, അതെവിടെയും നിൽക്കുന്നില്ല. വാട്ട് വി കോൾ ടുഡേ ബിക്കംസ് യെസ്റ്റർഡേ ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ്. നമ്മൾ ഇന്ന് എന്ന് പറയുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഇന്നലെയായി മാറുന്നുണ്ട്. സിൻസ് ദർ ഈസ് നോ പെർമനൻസ് ഇൻ ലൈഫ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എൻജോയ് എവറി മൊമെന്റ്. ജീവിതത്തിൽ ശാശ്വതമായി സ്ഥിരമായി ഒന്നുമില്ലാത്തതിനാൽ ഓരോ നിമിഷവും ആസ്വദിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. ഫ്യൂച്ചർ ഈസ് അൺസർട്ടൻ, ഭാവി നമുക്ക് അറിയില്ല, വ്യക്തതയില്ല. ഇറ്റ് മേ ഓർ മെ നോട്ട് അറൈവ്, അത് വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. ദ പാസ്റ്റ് കനോട്ട് ബി ആൾട്ടേർഡ്, ഭൂതകാലമോ അത് നമുക്ക് മാറ്റിമറിക്കാനാവില്ല. ഇറ്റ് കനോട്ട് ബി ആൾട്ടേർഡ്. ദ ഓൺലി കൺട്രോൾ ദാറ്റ് വി ഹാവ് ഈസ് ഓവർ അവർ പ്രസന്റ്. നമുക്ക് എന്തെങ്കിലും ഒരു നിയന്ത്രണം ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രസന്റ് നിമിഷത്തിന്, അത് നമ്മളുടെ ഈ വർത്തമാന കാലത്തിന് മുകളിൽ മാത്രമാണ്. ഹെൻസ് വി ഷുഡ് എൻജോയ് ഇറ്റ് ടു ദ ഫുള്ളസ്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് പരമാവധി നമുക്ക് സാധിക്കാവുന്ന അത്ര നന്നായി ആസ്വദിക്കണം. ഈ ലെസൺ യൂസ്ഫുൾ ആയിരുന്നല്ലോ അല്ലേ? ഇതിന്റെ ആക്ടിവിറ്റീസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതിന്റെ എക്സ്പ്ലനേഷൻ, ഈ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കണ്ടു നോക്കൂ. ഈ വീഡിയോസ് ഇഷ്ടമാവുന്നവർ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.